ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചീസി ചിക്കൻ കട്ട്ലേറ്റ് ആണ്. അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം ചിക്കനാണ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. എല്ലില്ലാത്ത ബോൺലെസ് ചിക്കൻ മാത്രമാണ്. അത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കുറച്ച് ഉപ്പും ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഇതൊന്ന് നമുക്ക് രണ്ട് വിസിൽ അടിച്ചാൽ മതി. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെക്കാം. മറ്റൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് കുറച്ച് എണ്ണ ഉപയോഗിച്ചാൽ മതി. കാരണം ഫ്രൈയിൽ കുറേ എണ്ണ ഇത് കുടിക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്തിരിക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണയും അതിലേക്ക് ഞാൻ 2 സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പ് നമ്മൾ നോക്കിയിട്ട് ഇടാവുള്ളൂ. ചിക്കനിൽ ഉപ്പിടുന്നുണ്ട്, കിഴങ്ങിൽ ഉപ്പിടുന്നുണ്ട്, അങ്ങനെ എല്ലാത്തിലും ഉപ്പിടുന്നുണ്ട്. അതനുസരിച്ച് വേണം ഉപ്പിടാം. പിന്നെ 2 ചെറിയ പച്ചമുളകും കൂടെ ചെറിയ രീതിയിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് നല്ല രീതിയിൽ അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ നല്ല രീതി വഴണ്ടൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ കൂട്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾ പൊടിയും ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ എനിക്കൊരു ഫ്ലേവറിന് വേണ്ടി നിങ്ങൾക്ക് ഓപ്ഷനിലാണ് ഉണ്ടാക്കി ചേർത്താൽ മതി. പെരി പെരിയുടെ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് നല്ല രീതിയിലൊന്ന് വഴറ്റി ആ പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കനും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ചിക്കൻ ഞാൻ ക്രഷ് ചെയ്തിട്ടുണ്ട്, ഇല്ല കൈ കൊണ്ടൊന്ന് പൊടിച്ചാൽ മതി. പിന്നെ ഞാൻ 2 ചെറിയ കിഴങ്ങ് വേവിച്ച് അതോ തൊലി കളഞ്ഞ് ഉടച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് നല്ല രീതിയിൽ നമ്മുടെ കിഴങ്ങും ചിക്കനും നമ്മുടെ കൂട്ടും എല്ലാം കൂടെ മിക്സാകുന്ന രീതിയിലൊന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിനാക്കാം. അതിനായി നമ്മുടെ കൂട്ടിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കയ്യിൽ വെച്ച് നമുക്കൊന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് ഇത് നമ്മുടെ മൊസല്ല ചീസാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചീസ് ഉപയോഗിക്കാം. ഞാനിവിടെ മൊസല്ല ചീസ് എടുത്തിരിക്കുന്ന ചീസ് നമ്മൾ ഒരു കുറച്ചെടുത്ത് ആ നടുഭാഗത്തോട്ട് വെച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. കേട്ടോ, പൊട്ടിപ്പോകരുത്. താഴെ തിന്നായിട്ട് എടുക്കരുത്, ഓവർ തിന്നായിട്ട് എടുക്കരുത്, എന്നാൽ ഒരുപാട് കട്ടിക്കും എടുക്കരുത്. ആ ഒരു പരുവത്തിലെടുത്തിട്ട് നടുക്ക് കുറച്ച് ചീസും കൂടെ വെച്ച് കൊടുത്തിട്ട് മേൽഭാഗത്തും കുറച്ച് നമ്മുടെ കട്ട്ലേറ്റിൻ്റെ കൂട്ടും കൂടെ വെച്ച് കൊടുത്തിട്ട് ഒരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പാകുന്ന രീതിയിലൊന്ന് റൗണ്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലായിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളത് തയ്യാറാക്കാം. ഇപ്പോൾ ഇതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഓരോ കട്ട്ലേറ്റും നമുക്ക് എഗ് യോക്കിലും മുക്കിയെടുത്ത് ബ്രെഡ് ക്രംസിലും പൊതിഞ്ഞെടുക്കാം. എഗ്ഗിൽ നല്ല രീതിയിൽ മുക്കണം, എന്നാലേ നമുക്ക് ബ്രെഡ് ക്രംസ് നല്ല രീതിയിൽ പൊതിഞ്ഞെടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിതിന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഞാൻ ഇതേപോലെ ബ്രെഡ് ക്രംസിലും എഗ് യോക്കിലൊക്കെ ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് നല്ല തിളച്ച് കിടക്കുന്ന എണ്ണയിലാണ് നമുക്കിതിനി ഓരോന്നെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ല രീതിയിൽ ഫ്രൈ ആയി വരുന്നുണ്ട്. പകുതി ഫ്രൈ ആകുമ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് 2 സൈഡ് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് കോരിയെടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും പൊരിച്ചെടുക്കാം. നമ്മുടെ ചീസി ചിക്കൻ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. കാണാൻ മാത്രമല്ല ഭംഗി, കഴിക്കാനും ഉഗ്രൻ ടേസ്റ്റാണ്. കുഞ്ഞുമക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആയിരിക്കും. നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഇന്ന് ഞങ്ങൾക്ക് നോയമ്പായിരുന്നു, അതാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുവാണ്. ഫായ്ക്കും നൗസി എല്ലാവരും കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുക. എന്തായാലും അവർ തന്നെ പറയട്ടെ എങ്ങനെ ഉണ്ടെന്ന്. എന്തായാലും അവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അയക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.